ഹായ് ആൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് PSCക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള പഠനശാഖകളെ പറ്റിയാണ്. അതിലാദ്യമായിട്ട് നമ്മുടെ ശരീരഘടനയും അതുമായി ബന്ധപ്പെട്ട പഠനശാഖകളുമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എൻസെഫോളജി അല്ലെങ്കിൽ ഫ്രിനോളജി എന്നറിയപ്പെടുന്നു. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എൻസെഫോളജി അല്ലെങ്കിൽ ഫ്രിനോളജി എന്നറിയപ്പെടുന്നു. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നെർവ്സിനെ കുറിച്ചുള്ള പഠനമാണ്. നെർവ്സിനെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് ന്യൂറോളജി എന്നാണ്. നെർവ്സിനെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത് ന്യൂറോളജി എന്നാണ്. നെർവ്സിനെ കുറിച്ചുള്ള പഠനത്തിന് ശേഷം നമ്മൾ നോക്കുന്നത് തലയോട്, തലയോട്ടി എന്നൊക്കെ പറയുന്ന ക്രേനിയത്തെക്കുറിച്ചാണ്. ക്രേനിയത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. ക്രേനിയോളജിയാണ് ക്രേനിയത്തെക്കുറിച്ചുള്ള പഠനം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹെയർ, തലമുടി. തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രിക്കോളജി. ട്രിക്കോളജിയാണ് ഹെയർ അഥവാ തലമുടിയെക്കുറിച്ചുള്ള പഠനം. ഇനി നമ്മുടെ ഏറ്റവും ചെറിയ കണികകളായിട്ടുള്ള സെൽസ് അഥവാ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ സെൽസിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കോശങ്ങൾ അഥവാ സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. ഈ സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്? ടിഷ്യൂസ് അഥവാ കലകൾ. ടിഷ്യൂസ് അഥവാ കലകളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജിയാണ് ടിഷ്യൂസ് അഥവാ കലകളെ കുറിച്ചുള്ള പഠനം. ഇനി നമ്മുടെ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയപ്പെടുന്നു? ഹെമറ്റോളജി. ഹെമറ്റോളജിയാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം. ഇനി നമ്മുടെ കണ്ണുകളെക്കുറിച്ചുള്ള പഠനം, ഐസ് അഥവാ കണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. ഒഫ്താൽമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? കണ്ണുകളെക്കുറിച്ചുള്ള പഠനമാണ്. അടുത്തതാണ് മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി. നോസിനെ കുറിച്ചുള്ള പഠനമാണ് അപ്പോൾ റൈനോളജി എന്നറിയപ്പെടുന്നത്. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ചെവിയെക്കുറിച്ചാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഒഡൻറ്റോളജിയാണ് പല്ലിനെക്കുറിച്ചുള്ള പഠനം. എന്താണ്? ഒഡൻറ്റോളജിയാണ് പല്ലിനെക്കുറിച്ചുള്ള പഠനം. എന്നാൽ വായെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെൻറ്റിസ്ട്രി. ഡെൻറ്റിസ്ട്രിയാണ് വായെക്കുറിച്ചുള്ള പഠനം. വായെക്കുറിച്ചുള്ള പഠനം ഡെൻറ്റിസ്ട്രി ആണെങ്കിൽ സ്കിന്നിനെ കുറിച്ചുള്ള പഠനം എന്താണ്? സ്കിന്നിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഡെർമറ്റോളജിയാണ് സ്കിന്നിനെ കുറിച്ചുള്ള പഠനം. നമ്മുടെ ലങ്സ് അഥവാ ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി. പ്ലൂറോളജി അഥവാ പൾമനോളജി എന്നറിയപ്പെടുന്നത് ലങ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തതായിട്ട് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്തെന്നറിയപ്പെടുന്നു? കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിവർ അഥവാ കരൾ അഥവാ ലിവറിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അപ്പോൾ ഹെപ്പറ്റോളജി പഠിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഹെർപ്പറ്റോളജി എന്താണെന്ന്. ഹെർപ്പറ്റോളജി എന്ന് പറയുന്നത് ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഉരകങ്ങൾ അഥവാ റെപ്റ്റൈൽസിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഹെർപ്പറ്റോളജി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹെപ്പറ്റോളജിയാണ്. ഹെപ്പറ്റോളജി എന്താണ്? നമ്മുടെ കരൾ അഥവാ ലിവറിനെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് കിഡ്നി അഥവാ വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. വൃക്കകൾ അഥവാ എന്താണ്? കിഡ്നിയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. കാലുകളെക്കുറിച്ചുള്ള പഠനം എന്തെന്നറിയപ്പെടുന്നു? കാലുകളെക്കുറിച്ചുള്ള പഠനമാണ് പോഡോളജി. പോഡോളജി എന്നറിയപ്പെടുന്നത് കാലുകളെക്കുറിച്ചുള്ള പഠനം. നമ്മുടെ കൈകൾ, ഹാൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്തരേഖാശാസ്ത്രം അതിനെക്കുറിച്ചുള്ള പഠനമാണ് പാംസ്ട്രി എന്നറിയപ്പെടുന്നത് കൈകൾ അല്ലെങ്കിൽ ഹസ്തരേഖാശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉൾപ്പെടുന്ന ഇൻറ്റസ്റ്റൈൻ വിഭാഗത്തെക്കുറിച്ചുള്ള പഠനമാണ് എൻഡോഗാസ്ട്രോളജി. എൻഡോഗാസ്ട്രോളജിയാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ കുറിച്ചുള്ള പഠനം. അങ്ങനെയാണെങ്കിൽ ഹോർമോണുകളെ പറ്റിയും ഗ്ലാൻസിനെ പറ്റിയുമുള്ള പഠനമാണ്. ഗ്ലാൻസ് അഥവാ ഗ്രന്ഥികൾ, ഹോർമോണുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ പറ്റിയുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജിയാണ് നമ്മുടെ ഗ്ലാൻസ് അല്ലെങ്കിൽ ഹോർമോണുകൾ ഇവയൊക്കെ കുറിച്ചുള്ള
കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. എങ്കിൽ എൻസൈമുകളെ കുറിച്ചുള്ള പഠനമോ? അതതിൻ്റെ പേര് പോലെ തന്നെയാണ്, എൻസൈമോളജി. എൻസൈമുകളെ കുറിച്ചുള്ള പഠനമാണ് എൻസൈമോളജി. ഇനി നമ്മുടെ ആന്തര അവയവ ഘടനയെ മൊത്തത്തിൽ പഠിക്കുന്നതിനെയാണ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ആന്തര അവയവ ഘടനയെ മൊത്തത്തിൽ പഠിക്കുന്നത് അനാട്ടമിയും, ബാഹ്യ ആവരണ ഘടനയെ, നമ്മുടെ ബാഹ്യ ആവരണം, അത് ജന്തുക്കളാവാം സസ്യങ്ങളാവാം എന്ത് തന്നെ ആയാലും അതിൻ്റെ ബാഹ്യ ആവരണ ഘടനയെ പഠിക്കുന്നതിനെ പൊതുവായിട്ട് പറയുന്നതാണ് എന്ത്? മോർഫോളജി എന്നാണ് അതറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മുടെ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻജിയോളജി എന്നാണ്. ആൻജിയോളജി രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ പേശികളെ കുറിച്ചുള്ള പഠനം എന്തെന്നറിയപ്പെടും? മയോളജിയാണ് പേശികളെ കുറിച്ചുള്ള പഠനം. ഇതെല്ലാം പഠിക്കുമ്പോഴും നമ്മൾ ഇനി ഇതിനെയൊക്കെ പുറത്തായിട്ട് നമ്മൾ കുറേ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, നെഫ്രോളജി എന്താണ്? മേഘത്തെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നെഫ്രോളജി എന്ന് പറയുന്ന മേഘമല്ല. നെഫ്രോളജി എന്ന് പറയുന്നത് എന്താണ്? കിഡ്നിയെക്കുറിച്ചുള്ള പഠനമായിരുന്നു നെഫ്രോളജി. ഇവിടെ പറഞ്ഞത് നെഫ്രോളജിയാണ്. നെഫ്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? മേഘത്തെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഇനി നമ്മൾ ഫംഗസുകളെ കുറിച്ച് പഠിക്കാറുണ്ടല്ലേ? ഫംഗസുകളെ കുറിച്ച് പഠിക്കുന്നതാണ് മൈക്കോളജി. ഫംഗസുകളാണ് ആണെങ്കിൽ ആൽഗെ എന്തെന്നറിയപ്പെടും? ഫൈക്കോളജി എന്നറിയപ്പെടും. ആൽഗകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫൈക്കോളജി. ഇനി അടുത്തത് നമ്മുടെ വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഡെൻഡ്രോളജി. വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനവും ഡെൻഡ്രോളജിയുടെ വൃക്ഷങ്ങളുടെ പ്രായം അറിയാനുള്ളത് ഡെൻഡ്രോക്രോണോളജിയാണ്. വൃക്ഷങ്ങളുടെ പ്രായം അറിയുന്നത് ഡെൻഡ്രോക്രോണോളജിയുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ പെഡോളജി എന്ന് പറയുന്നത് മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനവും പെട്രോളജി പാറകളെക്കുറിച്ചുള്ള പഠനവുമാണ്. പെഡോളജി മണ്ണിനെക്കുറിച്ചുള്ള പഠനവും പെട്രോളജി പാറകളെ കുറിച്ചുള്ള പഠനവുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൗണ്ടൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി എന്താണ്? മൗണ്ടൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൂക്കളെക്കുറിച്ചുള്ള പഠനം എന്താണ്? പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോളജി. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോളജി. നരവംശശാസ്ത്രം ആണ് ആന്ത്രോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനവും നരവംശശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോളജി നരവംശശാസ്ത്രം. നമ്മുടെ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓങ്കോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ക്യാൻസർ. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനം എന്താണ്? യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് കോസ്മോളജിയാണ് എന്തിനെക്കുറിച്ചുള്ള പഠനം? യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനം എന്നറിയപ്പെടും. ബേഡ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. കുറിച്ചുള്ള പഠനം എന്താണ്? ഓർണിത്തോളജി. അങ്ങനെയാണെങ്കിൽ ഉറുമ്പിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഉറുമ്പിനെ കുറിച്ചുള്ള പഠനമാണ് മെർമിക്കോളജിയാണ് എന്തിനെക്കുറിച്ചുള്ള പഠനം? ഉറുമ്പിനെ കുറിച്ചുള്ള പഠനം മെർമിക്കോളജി. അങ്ങനെയാണെങ്കിൽ എൻഡമോളജി എന്താണ്? ഹോൾ ഇൻസെക്ട്സ്, എല്ലാ ഇൻസെക്ട്സിനെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? എൻഡമോളജി. അങ്ങനെയാണെങ്കിൽ പാമ്പുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒഫിയോളജി എന്നറിയപ്പെടുന്നത് എന്തിനാണ്? പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഫിയോളജി. ഇനി നമ്മളെ ഫോസിലുകളുണ്ടല്ലേ, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്തെന്നറിയപ്പെടും? ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയൻറ്റോളജിയാണ് എന്തിനെക്കുറിച്ചുള്ള പഠനം? ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്